ശ്രീ പ്രജിത് രാജ്, ഒറ്റ രാത്രി കൊണ്ട് നേരമൊന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്കും വല്ലാത്തൊരു ആശങ്ക നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട്. വയനാട് മുണ്ടക്കൈ ചൂരൽമലയിലൊക്കെ അന്നിവിടെ ശ്രീ അഖിൽ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരേ മനസ്സോടെ ഇറങ്ങി. കഴിഞ്ഞ ദിവസം ഈ സംഭവങ്ങൾ ഉണ്ടായപ്പോഴും ഇടത് സംഘടനകളും സജീവമായി തന്നെ രാഷ്ട്രീയം മാറ്റിവെച്ച് തന്നെ ഇറങ്ങുന്നതും കേരളം കണ്ടതാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയ ആരോപണങ്ങളായി പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് കഴമ്പില്ല എന്ന് ഭരണപക്ഷത്തെ കൊണ്ട് പറയിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നൊരു സാഹചര്യം ഉണ്ടായതാണോ? കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ഈ ഡാം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു വീഴ്ചയുണ്ടായി, മുന്നറിയിപ്പില്ലാതെ തുടർന്നതിൻ്റെ ആശങ്കയൊക്കെ പറയുകയുണ്ടായി. പക്ഷേ ഇന്ന് കാര്യങ്ങൾ മാറുകയാണ്. വലിയ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കൊക്കെ നീങ്ങുന്നു. ഹീനമായ പ്രചാരണമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അക്കമിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറയുന്നു. മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ലേ, ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തുകൂടി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൂടി ചേർത്ത് പറയുകയാണ്. അതെ, അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പത്രസമ്മേളനം ശരിക്കും പറഞ്ഞാൽ നുണകളുടെ ഒരു മാലപ്പടക്കമായിരുന്നു. ഒരുപാട് നുണകൾ. ഒരു മുഖ്യമന്ത്രി പദത്തിലിരുന്ന് കേരളത്തിൽ ഇതിനു മുമ്പും UDFൻ്റെ കോൺഗ്രസിൻ്റെ നിരവധി മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. അവർ എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ, അത് പൊതുജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ അവർ പരമാവധി അതിനൊരു മാന്യത പുലർത്താൻ, ഭീഷണിയുടെ സ്വരമില്ലാതെ, നുണകൾ പറയാതെ വസ്തുതാപരമായി കാര്യങ്ങൾ പറയുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായി ശ്രീ VD സതീശൻ, അദ്ദേഹം നുണകളാണ് പറയുന്നത്. അദ്ദേഹത്തെ വസ്തുതാപരമായിട്ട് കാര്യങ്ങളെ നേരിടാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അതിന് ഒരു ഉദാഹരണം നമുക്ക് നോക്കിയാൽ ഇന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം ഈ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററും ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിനെ കാണുവാൻ വേണ്ടി എറണാകുളത്തേക്ക് പോയി. ഭാര്യാപിതാവിനെ കണ്ടു. അതിനുശേഷം അദ്ദേഹം അവിടെ ഹരിദാസ് എന്ന് പറയുന്ന പഴയ കോൺഗ്രസിൻ്റെ MP കണ്ടു. അവിടെ നിന്നിറങ്ങി അദ്ദേഹം ഫൈസൽ ബാഫക്കി തങ്ങളുടെ വീട്ടിൽ പോയി വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തു. പിന്നീട് അദ്ദേഹം ഒരു വലിയ ജ്വല്ലറിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി പോയി. ഇതൊക്കെ ഈ നാടിൻ്റെ പല ഭാഗങ്ങളിലും വലിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ട, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ട ഒരു സമയത്താണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് പോകുന്നത്. നമ്മൾ 2018 നോക്കൂ. 2018 മഹാപ്രളയം ഉണ്ടായ സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ, അദ്ദേഹം ക്യാൻസർ രോഗ ചികിത്സക്കായി വിദേശത്തേക്ക് പോകാൻ വേണ്ടി നേരത്തെ പ്ലാൻ ചെയ്തതായിരുന്നു. ഈ പ്രളയം വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ആ യാത്ര റദ്ദ് ചെയ്തു, പൂർണ്ണമായും റദ്ദ് ചെയ്ത് ഈ ദുരിതാശ്വാസ പ്രവർത്തനത്തിലേക്ക് അദ്ദേഹം ഇറങ്ങി. അദ്ദേഹം റവന്യൂ, അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റി, പോലീസ്, വ്യോമസേന, നാവികസേന, കരസേന, കോസ്റ്റ് ഗാർഡ് തുടങ്ങിയ എല്ലാ സംവിധാനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചു. അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തു. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി. അവരുടെ മികവുകളെ ഏകോപിപ്പിച്ചു. അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവരെ ഇന്ത്യയിൽ എവിടെയും കാണാത്ത രീതിയിൽ കേരളത്തിൻ്റെ സൈന്യം എന്നുള്ള രീതിയിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തി. അതുപോലെ പ്രതിപക്ഷ നേതാക്കളെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും വിളിച്ചു ചേർത്ത് സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുകയും ദുരിതാശ്വാസ പ്രവർത്തനത്തോടൊപ്പം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നതിനെ പറ്റിയിട്ട് ഒരു ധാരണയുണ്ടാക്കുന്ന രീതിയിൽ സമാനതകളില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഇപ്പോഴെന്താ കാണുന്നത്? ഒരു ദുരന്തമുഖത്ത് കേരളം നിൽക്കുമ്പോൾ 2018 മഹാപ്രളയത്തിന് സമാനമായിട്ടുള്ളൊരു അവസ്ഥാവിശേഷത്തെ ജനങ്ങൾ നേരിടുമ്പോൾ മുഖ്യമന്ത്രി പോകുന്നത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ പോകുന്നത് ജ്വല്ലറി ഉദ്ഘാടനത്തിനാണ്. അദ്ദേഹം ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് പോകുന്നത് ഒരു ജ്വല്ലറി ഉദ്ഘാടനത്തിനാണ്. അദ്ദേഹം ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് പോകുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ അസുഖ വിവരം അന്വേഷിക്കാനാണ്. അദ്ദേഹം ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്ത് പോകുന്നത് ഒരു വലിയ പ്രമാണിയുടെ വീട്ടിൽ വിരുന്ന് സൽക്കാരത്തിന് വേണ്ടിയാണ്. ഇതാണോ ദുരിതാശ്വാസ പ്രവർത്തനം? ഇതാണോ ഏകോപനം? ഇത് ചൂണ്ടിക്കാണിക്കുമ്പോൾ മാധ്യമപ്രവർത്തകരോട് പറയുകയാണ്, ഞാനിനി നിങ്ങളെ കാണില്ല, നിങ്ങൾ വിളിക്കില്ല, എന്നോട് ചോദ്യം ചോദിക്കരുത്, എന്നോട് ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത്. ഭീഷണിയാണോ? മാധ്യമപ്രവർത്തകരോട് ഭീഷണിയാണോ? അങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിലുള്ളൊരു ദുരന്ത സാഹചര്യത്തിൽ പെരുമാറേണ്ടത്? ഇവിടെ എന്തൊക്കെ ചെയ്തു, ഏതൊക്കെ ജില്ലകളിൽ എന്തൊക്കെ ചെയ്തു എന്ന് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ സാധിച്ചോ? അദ്ദേഹം അത് വിശദമാക്കിയോ? ഇല്ലല്ലോ. അദ്ദേഹം എന്തു പറഞ്ഞു? 2-3 അണക്കെട്ടുകളുടെ വിവരം പറഞ്ഞു. അതിനകത്ത് ഇത്ര % വെള്ളമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അണക്കെട്ട് നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട്. വെള്ളം കുത്തിയൊഴുക്കുന്നത് മാധ്യമങ്ങൾ വഴിയാണ് കാണുന്നത്. നമ്മളിതെല്ലാം കാണുന്നത്, ഈ ഭീതി ഉണ്ടാകുന്നത് മാധ്യമങ്ങളിലെ ദൃശ്യങ്ങൾ കണ്ടാണ്. ആൾക്കാർ ഒഴുകിപ്പോകുന്നു, ആൾക്കാരെ കാണാതാവുന്നു. മുതലപ്പുഴി പോലുള്ള മേഖലകളിൽ വിഴിഞ്ഞത്ത് കടലാക്രമണം ഉണ്ടാകുന്നു. ആ കടലാക്രമണത്തിൽ ബോട്ട് മറിഞ്ഞ് ആൾക്കാരെ കാണാതാവുന്നു, മരണമുണ്ടാവുന്നു. അവിടെ വേണ്ട ഇടപെടൽ നടത്തുന്നതിന് അദ്ദേഹത്തിന് സാധിച്ചോ? അതിനുവേണ്ട നിർദ്ദേശം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചോ? അദ്ദേഹം എന്തു ചെയ്തു? അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ അദ്ദേഹം മറ്റെന്തൊക്കെയോ ആണ് പറയുന്നത്. നുണകളിലൂടെയല്ല ഒരു നാട്ടിലെ ജനങ്ങളെ ഭരിക്കേണ്ടത്.
മാന്യമായി വസ്തുതാപരമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ആത്മാർത്ഥമായി ഇടപെടുകയാണ് വേണ്ടത്. അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങൾ അങ്ങനെ കള്ളം പറയുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വായടപ്പിക്കാൻ വേണ്ടി നോക്കുന്നത് ശരിയായിട്ടുള്ളൊരു സമീപനമല്ല. രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോക്കൂ, ഈ ബഹുമാനപ്പെട്ട അഖിൽ പറഞ്ഞു ഒരമ്മച്ചിയെ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷം DYFI ഒരു കുപ്രചരണം നടത്തിയെന്ന്. ഇപ്പോൾ അവസാനം മാധ്യമങ്ങളെല്ലാം കൊടുത്ത വാർത്ത എന്താ? അവസാനത്തെ വാർത്ത എന്താണ്? ആ അമ്മച്ചി പറയുകയാണ് എൻ്റെ മകൾ നിർബന്ധിച്ചിട്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. ആ മകളാരാണ്? കോൺഗ്രസിൻ്റെ പ്രവർത്തകയാണ്. ആ പഞ്ചായത്തിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തകയാണ്. ആ പഞ്ചായത്തിലെ വാർഡ് മെമ്പർ കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പറാണ്. ആ വാർഡ് മെമ്പറുടെ കൂട്ടുകാരിയാണ് ഈ മകൾ. ആ മകൾ പറഞ്ഞിട്ടാണ് ഞാനിത് പറഞ്ഞത് എന്നാണ് ആ അമ്മ മാധ്യമങ്ങളോട് പറയുന്നത്. ഇനി ഇതിനെപ്പറ്റി ഞാനൊന്നും സംസാരിക്കാനില്ല, മകൾ എന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താണ് നടക്കുന്നത്? എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? ഒരു ഭരണപക്ഷത്തിരുന്നുകൊണ്ട് ഒരു ഭരണത്തെ നിയന്ത്രിക്കാൻ പറ്റാതെ മുഖ്യമന്ത്രി കസേരയിലിരുന്നുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ സാധിക്കാതെ UDF എന്ന് പറയുന്ന സംവിധാനം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുകയാണ്. UDF കൺവീനറെ കാണാനില്ല, KPCC പ്രസിഡന്റിനെ കാണാനില്ല. ഇത്തരം ഒരു ദുരന്തമുഖത്ത് KPCC പ്രസിഡന്റിൻ്റെ ഒരു പ്രസ്താവന വരണ്ടേ? എല്ലാ കോൺഗ്രസ്സുകാരും, എല്ലാ കോൺഗ്രസിന്റെ യുവജന സംഘടനകളും വിദ്യാർത്ഥി എന്ന് KPCC പ്രസിഡന്റ് പറയേണ്ട ഒരു കാര്യം മാഡം, ഒറ്റൊരു കാര്യം കൂടി. ഇവിടെ പ്രൊഫസർ വിജയകുമാർ സാർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ രാഷ്ട്രീയം. പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് അതിശക്തമായി മുന്നോട്ട് പോകുന്നത് ഇടതുപക്ഷമാണ്. കർഷക തൊഴിലാളി യൂണിയൻ അടക്കമുള്ള സംഘടനകൾ സഖാവ് VS അച്യുതാനന്ദൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നെൽവയൽ നീർത്തട സംരക്ഷണത്തിന് വേണ്ടി സമരം നടത്തിയപ്പോൾ കോൺഗ്രസും മലയാള മനോരമ അടക്കമുള്ള മുതലാളിത്ത ചാനലുകളും പത്രങ്ങളും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വെട്ടിനിരത്തൽ സമരം എന്നാണ്. കുറേ കാലം കഴിഞ്ഞ് ഈ മഹാപ്രളയം വന്നതിന് ശേഷം അവരുടെ തന്നെ എഡിറ്റ് പേജുകളിൽ നെൽവയലുകളും അതുപോലെ തന്നെ നീർത്തടങ്ങളും സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി, പ്രാധാന്യത്തെപ്പറ്റി ഈ മാധ്യമങ്ങൾ ഊന്നി പറഞ്ഞു. കോൺഗ്രസിന് തിരുത്തേണ്ടി വന്നു. VD സതീശന് നിയമസഭയിൽ അന്നത്തെ സമരം ശരിയായിരുന്നു എന്ന് തിരുത്തി പറയേണ്ടി വന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ കാര്യത്തിൽ കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് പോകണമെന്ന് പറയുമ്പോൾ ഈ ബജറ്റിൽ ശ്രീ VD സതീശൻ പറഞ്ഞിരിക്കുകയാണ് ഭൂപരിഷ്കരണം 2.0 നടപ്പിലാക്കും. എന്താണ് ഈ ഭൂപരിഷ്കരണം 2.0? കേരളത്തിലെ ഈ ഭൂമി അതുപോലെ തന്നെ നെൽവയലുകൾ, നീർത്തടങ്ങൾ ഇതൊന്നും സംരക്ഷിക്കപ്പെടാൻ വേണ്ടി പോകുന്നില്ല. ബാക്കിയുള്ള നീർത്തടങ്ങളും നെൽവയലുകളും കൂടി ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഈ പുതിയ സംവിധാനത്തിന്റെ പേരിൽ കുത്തക മുതലാളികൾക്ക് വേണ്ടി, കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഇല്ലാതാക്കി കഴിഞ്ഞാൽ മഹാപ്രളയങ്ങളുടെ തുടർച്ച കേരളം അഭിമുഖീകരിക്കേണ്ടി വരും.